റിപ്പോർട്ട് ബ്രേക്കിംഗ്. പാലക്കാട് അഗളി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മഞ്ജുവിനെ അയോഗ്യയാക്കണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് കോൺഗ്രസ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മഞ്ജുവിനെതിരെ നാളെ ഹൈക്കോടതിയെയും സമീപിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF-നായി മഞ്ജു മത്സരിച്ചിരുന്നു. ഇക്ബാൽ അറക്കൽ ചേരുന്നു വിശദാംശങ്ങൾ. ഇക്ബാൽ, അവിടുത്തെ രാഷ്ട്രീയ നാടകം എന്താണ്? കോടതിയെ സമീപിക്കാൻ വരെ തീരുമാനമാണല്ലേ? രോഷിനി, തീർച്ചയായും. കാരണം അഗളി ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് UDF ആണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾ അത് LDF-ന് കയ്യിലായിരുന്നു അഗളി പഞ്ചായത്തിലെ ഭരണം. പക്ഷേ ഇത്തവണ UDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും അവിടെ ഭരണം നേടാമെന്നുള്ളൊരു മോഹത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അഗളി പഞ്ചായത്തിലെ 20-ാം വാർഡിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥിയായ മഞ്ജു അധ്യക്ഷ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF-ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു. മാത്രമല്ല അവർ ജയിക്കുകയും ചെയ്തു. ഇതിനുശേഷം പിന്നീട് മഞ്ജുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത് അവർക്കെതിരെ നടപടിയുമായി കോൺഗ്രസ് രംഗത്തേക്ക് എത്തുകയാണ്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മഞ്ജുവിനെ അയോഗ്യയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ്. നാളെ തന്നെ ഹൈക്കോടതിയിൽ ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം മഞ്ജുവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള പ്രതിഷേധം മഞ്ജുവിനെതിരെ നടക്കുന്നതിനിടയിലാണ് മഞ്ജുവിനെ എത്രയും പെട്ടെന്ന് അയോഗ്യയാക്കണമെന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ ഹൈക്കോടതിയെയും എല്ലാം സമീപിക്കുന്നത്. കാരണം അഗളി പഞ്ചായത്ത്, അതുപോലെ തന്നെ ഷോളയൂർ പഞ്ചായത്തും അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ഇത്തവണ കോൺഗ്രസ് പിടിച്ചെടുത്തതാണ് CPM-ന്റെ കയ്യിൽ നിന്ന്. പക്ഷേ അഗളിയിൽ പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടെസ്റ്റും തിരിച്ചടിയും കഴിഞ്ഞ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയായിരുന്നു. ഏതായാലും ആ ക്ഷീണം മാറ്റുന്നതിന് മഞ്ജുവിനെ അയോഗ്യതയാക്കുകയാണെങ്കിൽ അവർക്ക് മഞ്ജു വിജയിച്ച അഗളി പഞ്ചായത്തിൽ 20-ാം വാർഡിൽ ഒരു ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ അവിടെ വിജയിച്ചു വന്ന് വീണ്ടും ഭരണം നിലനിർത്താം എന്നുള്ള, അല്ലെങ്കിൽ ഭരണം നേടാം എന്നൊരു മോഹത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അഗളിയിൽ ശരി, ഇക്ബാൽ അറക്കലാണ് അവിടുത്തെ സാഹചര്യം വിശദീകരിച്ചത്.